ഹലോ ഗേയ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ ദിവസമാണ് കേട്ടോ. ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്, ഡിസംബർ 10. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വ്ളോഗ് എടുക്കാൻ മാത്രമുള്ള സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. ബർത്ത്ഡേ ആയാലും ഒരു നോർമൽ ദിവസം പോലെ തന്നെയാണ് പോണത്. ആർഭാടങ്ങളും ആഘോഷങ്ങളൊന്നും ഇല്ലാത്തൊരു സിമ്പിൾ ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പോൾ ചെറുപ്പകാലങ്ങളാണ് ഓർമ്മ വരിക. മെയിനായിട്ടും സ്കൂളിൽ പഠിക്കണ കാലം. ബർത്ത്ഡേ ദിവസമാണ് സ്കൂളിലേക്ക് കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകാൻ വേണ്ടി പറ്റുക. കളർ ഡ്രസ്സും മിഠായിയൊക്കെ ആയിട്ട് പോകും. അതൊക്കെ ഭയങ്കര രസമുള്ള കാലമായിരുന്നു. പിന്നെ സ്കൂൾ കാലം കഴിഞ്ഞ് കോളേജിലൊക്കെ എത്തിയപ്പോൾ ഓരോ ബർത്ത്ഡേ എന്നൊക്കെ പറയണത് എത്ര ആൾക്കാർ സ്റ്റാറ്റസ് ഇടുന്ന സ്റ്റോറി ഇടുന്നതായി. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ കോളേജ് കാലവും കഴിഞ്ഞ് ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊന്നും മെയിൻറ്റെയിൻ ചെയ്യാത്ത കാരണം പിന്നെയുള്ള ഓരോ ബർത്ത്ഡേകളിലും ബർത്ത്ഡേ വിഷസ് പറയുന്ന ആൾക്കാരും സ്റ്റാറ്റസും സ്റ്റോറി ഇടുന്ന ആൾക്കാരൊക്കെ കുറഞ്ഞു വന്നു. ഇപ്പോഴൊക്കെ എനിക്ക് വളരെ വിരലിലെണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാനായിട്ട്. അതാണ് പറഞ്ഞത്, ആ ഒരു കാലഘട്ടമായിരുന്നു ഏറ്റവും ബെസ്റ്റ് കാലഘട്ടം എന്ന്. സ്റ്റാറ്റസും സ്റ്റോറിയും ഇടണമെന്നല്ല കേട്ടോ പറഞ്ഞത്, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാത്ത കാരണം അങ്ങനെ അതൊക്കെ ഒന്ന് പോയി എന്നാണ്. 10 ആകുമ്പോൾ വിചാരിക്കും വേഗം ഒന്ന് 18 വയസ്സായിരുന്നെങ്കിൽ. അങ്ങനെ പറയുമ്പോഴത്തേനും 18 വയസ്സായി. പിന്നെ അങ്ങോട്ട് വിചാരിക്കണത് വയസ്സൊന്ന് കുറഞ്ഞിരുന്നെങ്കിൽ, ബാക്കിലേക്ക് പോയിരുന്നെങ്കിൽ എന്നാണ്. പിന്നെ അങ്ങനെ ഓരോ വർഷം പോകും തോറും ആ ചെറിയ കാലം തന്നെ മതിയായിരുന്നു എന്ന് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നു. നിങ്ങൾക്കും അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? ബർത്ത്ഡേയുടെ തലേ ദിവസം തന്നെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടി. പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് അതൊക്കെ നല്ല ഹാപ്പിയായി. പുറത്ത് പോയാൽ എനിക്ക് വീഡിയോ എടുക്കാനോ തീരെ പറ്റുന്നില്ല. ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ഒക്കെ എടുക്കും, പക്ഷേ അവിടെ എത്തിയാൽ പിന്നെ മോളെ പിന്നാലെ ഓടിയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ തീരെ പറ്റണില്ല. വീഡിയോ സ്റ്റാർട്ടിംഗ് ഒക്കെ ഉണ്ടാവും, പക്ഷേ ഇതെനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റണില്ല. മോളെ പിന്നാലെ ഓടിയിട്ട് അവൾ ആൾക്കാരുടെ ഇടയ്ക്കൊക്കെ ഞങ്ങൾ പിന്നിലുണ്ടോയെന്ന് പോലും നോക്കാണ്ടാണ് ഒരൊറ്റ ഓട്ടാണ്. അപ്പോൾ എനിക്കും ഇക്കാക്കും രണ്ടാൾക്കും അവളെ നോക്കിയിട്ട് എത്തണില്ല. അപ്പോൾ വീഡിയോ എടുക്കാൻ ഭയങ്കര കഷ്ടപ്പാടാണ്. അതുകൊണ്ടാണ് ഞാൻ പുറത്ത് പോയിട്ടുള്ള അധികം വീഡിയോസൊന്നും നിങ്ങൾ കാണാത്തത്. ഇൻഷാ അല്ലാഹ് അതെങ്ങനെയും മെയിൻറ്റെയിൻ ചെയ്തെടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ എന്നത്തെയും പോലെ തന്നെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ തന്നെയാണ് ഈ ദിവസവും. എൻ്റെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് മടുപ്പ് തോന്നിയിട്ടുണ്ടാകും, എന്നാലും സാരമില്ല. അങ്ങനെ കിച്ചൺ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു. ഈ ക്ലീനിങ്ങൊക്കെ ചെയ്ത് ഈ ഭാഗം കാണുമ്പോൾ ഒരു സുഖമാണ്, പിന്നെ അപ്പുറത്തെ ഭാഗം കാണുമ്പോൾ അയ്യോ ഇനി വീണ്ടും ചെയ്യേണ്ടേ എന്ന് ഞാൻ ആലോചിക്കും. അങ്ങനെ റൂം ഫുൾ അലങ്കോലമായിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അത് മെല്ലെ മെല്ലെ ഓരോന്നായിട്ട് ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നു. കല്യാണം കഴിയണാട്ടി മുന്നേ ആ കൂടി വീട്ടിൽ ചെയ്തിരുന്നത് അടിച്ചുവാരുക തുടക്കുക എന്നുള്ളതാണ്. കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം അങ്ങനെ കാര്യമായിട്ടുള്ള പണികളൊന്നും ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുക്കിങ്ങിലൊന്നും വല്ലാണ്ട് ഞാൻ അവിടെ ഇറങ്ങിയിരുന്നില്ല. ഇവിടെ UAE വന്നപ്പോഴാണ് എല്ലാത്തിനും, ക്ലീനിങ് ആയിക്കോട്ടെ കുക്കിംഗ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളിലും ഇറങ്ങാൻ തുടങ്ങിയത്. ഒരു വീട് എങ്ങനെയാണ് നോക്കേണ്ടതെന്നുള്ളൊരു ഉത്തരവാദിത്തം വന്നത്. വീട്ടിലൊക്കെ ആണെങ്കിൽ അവിടെ ഉമ്മ ഉണ്ടല്ലോ ഉപ്പ ഉണ്ടല്ലോ അങ്ങനെയൊക്കെയുള്ള ചിന്തയാണ്. പക്ഷെ ഇവിടെ നമ്മൾ തന്നെ ഉള്ളൂ നമുക്ക്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ നോക്കണം. അങ്ങനെ ക്ലീനിങ് പരിപാടികളൊക്കെ ഒരുവിധം കഴിഞ്ഞു. കാണുമ്പോൾ തന്നെ എന്തൊരു സന്തോഷം സമാധാനം. ഇതെല്ലാം വെറും ഒരു 10 മിനിറ്റിനുണ്ടാവും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇത് വീണ്ടും പഴയതുപോലെ തന്നെയാകും. അങ്ങനെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ മോളൊക്കെ ഒന്ന് കുളിപ്പിച്ച് സെറ്റാക്കി ഇനി കുക്കിങ്ങിലേക്ക് ഇറങ്ങി. അതിൻ്റെ ഇടയിൽ മോൾക്കുള്ള ഫ്രൂട്ട്സൊക്കെ ഒന്ന് അരിഞ്ഞു കൊടുത്തു. ബ്രേക്ക്ഫാസ്റ്റ് മോൾ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ബർത്ത്ഡേ ആയിട്ട് സ്പെഷ്യൽ ഫുഡൊന്നുമില്ല, സാധാ നോർമൽ ഫുഡ് തന്നെയാണ്. ഇന്നലെ പുറത്ത് പോയിട്ട് നല്ല ഫുഡ് തട്ടി, അതുകൊണ്ട് ഇന്ന് നോർമൽ ഫുഡാണ്. ചോറ് ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു, അതൊന്ന് ജസ്റ്റ് ആവി കയറ്റി. പിന്നെ ഉപ്പേരി വെച്ചു, കറി കുറച്ചുണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കി. അങ്ങനെ ഉച്ചക്ക് ഞങ്ങളിങ്ങനെ തട്ടിമുട്ടിയിട്ടൊക്കെ പോയി. തിരുമ്പാനിട്ടുള്ളതൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വിരിച്ചിട്ടു. അങ്ങനെ ഇന്നത്തെ കാര്യമായിട്ടുള്ള പണികളൊക്കെ ഒന്ന് ഒരുവിധാണ്ട് കഴിഞ്ഞു.
ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ അപ്പുറത്തെ ഷോപ്പിലേക്കൊന്ന് പോയി. രാത്രിക്ക് കറി വെക്കാനുള്ള സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങാൻ വേണ്ടിയിട്ടൊന്ന് പോയി. പോകുമ്പോഴുള്ള മോളുടെ അല്ലറ ചില്ലറ കുറുമ്പുകളാണ് അതൊക്കെ. ആ കാണുന്ന ഷോപ്പിലേക്കാണ് പോകുന്നത്. അങ്ങനെ അവിടെ പോയി സാധനങ്ങളൊക്കെ വാങ്ങി പോയി വന്നു. അപ്പത്തിനും ഹസ്ബൻഡ് കേക്കൊക്കെ ആയിട്ട് വന്നു. ഹസ്ബൻഡിൻ്റെ കൂടെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേക്ക് മുറിക്കണതൊന്നും. ഇതാണ് എൻ്റെ ഒരു ബർത്ത്ഡേ വ്ളോഗ്. ഇപ്പോൾ എനിക്ക് 24 വയസ്സായി. 24ാമത്തെ വയസ്സിൻ്റെ ബർത്ത്ഡേ ആണിത്. 24 വയസ്സിൻ്റെ ഉള്ളിൽ എനിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. ഇപ്പം എനിക്കൊരു ലക്ഷ്യമുണ്ട്, അതൊന്ന് നിറവേറ്റണം എന്നല്ല ആഗ്രഹമുണ്ട്. എൻ്റെ ഈ ഒരു ചാനൽ എനിക്ക് വലുതാക്കണം എന്നല്ല ആഗ്രഹമുണ്ട്. എനിക്കൊന്ന് ഒന്ന് സപ്പോർട്ടൊക്കെ ഒന്ന് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ തരണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടും കാണാം.